അതെ, നമുക്ക് കല്യാണമൊക്കെ അടിപൊളിയാക്കണോട്ടാ. പിന്നല്ലാണ്ട് ഞാൻ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ കോട്ടിന്റെ കാര്യം എന്തായി? അതൊക്കെ സെറ്റാണ്. എടാ, എന്താ കാര്യം? ഞാൻ നിന്നെ ഫോൺ വിളിച്ചപ്പോഴും നിന്റെ സൗണ്ട് ഒക്കെ ആകെ മാറിയിരിക്കുകയാണല്ലോ. എന്താ കാര്യം? എടി, എനിക്ക് ഇതിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കണുണ്ട്. ഞാനാണെങ്കിൽ കംപ്ലീറ്റ്ലി ടെൻസ്ഡ് ആണ്. എടാ, നീ എന്താണെങ്കിലും എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞോ. ഞാൻ നിന്റെ ഭാര്യ ആവാൻ പോകുന്ന ആളല്ലേ. നമ്മുടെ കല്യാണമൊന്ന് ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. എന്താ കാര്യം? അത് ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് എങ്ങനെ പറയുക? അല്ല, നിന്റെ കയ്യിൽ ബ്രേസ്ലെറ്റ് എന്തേ? എടി, ഇന്നലെ രാവിലെ എൻ്റെ കൂട്ടുകാരൻ ആക്സിഡൻ്റ് ആയി. കുറച്ച് ക്രിട്ടിക്കലാണ്. അയ്യോ, എന്നിട്ട് എന്തായി? എന്നിട്ട് അവൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ കല്യാണത്തിന് മാറ്റി വെച്ച പൈസ എല്ലാം എടുത്ത് അവർക്ക് കൊടുത്ത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് ഞാൻ വിറ്റടി. എടാ, ഞാനിപ്പോ നിന്നോട് എന്താ പറയാ? നമ്മളിനി എന്ത് ചെയ്യും? അവിടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ മതിയായിരുന്നു. ഹെൽത്ത് ഇൻഷുറൻസോ? ഞാൻ അവനെ കാണാൻ പോയപ്പോഴത്തേന് അവൻ്റെ ഡോക്ടർ പറഞ്ഞ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അവൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപ അല്ല കോടി ബില്ല് വന്നു കഴിഞ്ഞാലും അത് അതിൽ കവറായി പോയെന്നു. അത് കൊള്ളാലോ. നമ്മൾ ഓരോന്ന് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. മനുഷ്യന്മാരെ കാര്യമല്ലേ, എന്തെപ്പോ സംഭവിക്കുന്ന പറയാൻ പറ്റില്ലല്ലോ. ഡോക്ടർ എടുക്കാനുള്ള ലിങ്ക് എനിക്ക് വന്നായിരുന്നു. മാസം വെറും 300 തൊട്ട് 400 വരെ ഉള്ളു. 25% ഡിസ്കൗണ്ടും 24/7 ക്ലെയിം അസിസ്റ്റും ഉണ്ട്. ആണോ? എന്തായാലും നമുക്ക് ഓരോന്ന് എടുക്കണം. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് ഏജന്റിനെ വീട്ടിലോട്ട് വിളിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ബയോയിൽ അതിന്റെ ലിങ്ക് കിടപ്പുണ്ട്. 51+ ഇൻഷുറൻസ് ഉള്ളത്. അതിലേതാ ബെസ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയെടുക്കാം. എന്തായാലും നീ ടെൻഷൻ അടിക്കണ്ട. കല്യാണം ഒന്നും മാറ്റി വെക്കേണ്ടിരില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ശരി, എന്നാ നീ കഴിക്കും.